ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ദേശീയപാത അതോറിറ്റി ചെയർമാനുമായി നേരിട്ട് ചർച്ച നടത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വീണ്ടും ഇടപെടുമെന്നും പ്രഖ്യാപിച്ച കെ.സി. വേണുഗോപാൽ എം.പിയുടെ നിലപാടിനെ കായംകുളം ഉയരപാത സമരസമിതി സ്വാഗതം ചെയ്തു. ഉയരപാത യാഥാർത്ഥ്യമാകുന്നതുവരെ സമരസമിതിയുടെ പ്രവർത്തനങ്ങളും ജനകീയ ഇടപെടലുകളും ശക്തമായി തന്നെ തുടരുമെന്നും സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത്, കൺവീനർ ദിനേശ് ചന്ദന എന്നിവർ അറിയിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ദേശീയപാത അതോറിറ്റി ചെയർമാനുമായി നേരിട്ട് ചർച്ച നടത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വീണ്ടും ഇടപെടുമെന്നും പ്രഖ്യാപിച്ച കെ.സി. വേണുഗോപാൽ എം.പിയുടെ നിലപാടിനെ കായംകുളം ഉയരപാത സമരസമിതി സ്വാഗതം ചെയ്തു. കളക്ടറേറ്റിൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ എം.പി തന്റെ കർശന നിലപാട് വ്യക്തമാക്കിയത് കായംകുളം പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി കായംകുളം നഗരത്തിന്റെ ഭാവി വികസനത്തിനും ജനങ്ങളുടെ സുരക്ഷിത യാത്രയ്ക്കും വ്യാപാര സാമ്പത്തിക പുരോഗതിക്കുമായി തൂണിൽ തീർത്ത ഉയരപാത എന്ന ആവശ്യവുമായി ജനങ്ങൾ രംഗത്തുണ്ട്. ഇക്കാര്യത്തിൽ സമരസമിതി വിവിധ രീതികളിൽ ജനകീയ പ്രക്ഷോഭങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നിവേദന നൽകലുമൊക്കെ നടത്തിക്കൊണ്ടുമിരിക്കുകയാണ്. ദേശീയപാത വികസന പദ്ധതിയുടെ ഭാഗമായി കായംകുളം നഗരത്തിന് നേരിടേണ്ടി വരുന്ന ഗതാഗതക്കുരുക്കിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാണ് ഉയരപാത എന്ന കാര്യം നിരന്തരം സമരസമിതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ കായംകുളത്തിന്റെ ന്യായമായ ആവശ്യം ദേശീയ തലത്തിൽ ഉന്നയിക്കുമെന്നും NHAയുടെ ഉന്നതരുമായി വീണ്ടും ചർച്ച നടത്തി പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും എം.പി പ്രഖ്യാപിച്ചിരിക്കുന്നത് സമരസമിതിക്കും വലിയ പ്രത്യാശയാണ് നൽകുന്നതെന്നും ഭാരവാഹികളായ ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്തും കൺവീനർ ദിനേശ് ചന്ദനയും പറഞ്ഞു. അതേസമയം ഉയരപാത യാഥാർത്ഥ്യമാകുന്നതുവരെ കായംകുളത്ത് സമരസമിതിയുടെ പ്രവർത്തനങ്ങളും ജനകീയ ഇടപെടലുകളും ശക്തമായി തന്നെ തുടരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.